എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 3 തരം നാടൻ കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ഉള്ളിത്തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതേപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം സവാള ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് ചെറിയ ചെറിയ പീസസായിട്ട് സ്ക്വയർ പീസസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. നമുക്ക് ഏത് രീതിയിലാണോ അങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നത് അതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന 2 സവാളയും അരിഞ്ഞെടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയുടെ അളവാണ് പറയുന്നത്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 സവാളയും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തോരൻ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇതേപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞ ചട്ടിയിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം മുകൾ വശം ഒന്ന് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തതിന് ശേഷം ഒരു ലേശം വെള്ളം, ഒരു ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. സവാള ഒന്ന് ആവി കയറി കിട്ടിയാൽ മതിയാകും. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. സവാളയുടെ ചെറിയ കരികരിപ്പൊക്കെ അതിൽ വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ. ഒരു 2 മിനിറ്റോളം മതിയാകും. അപ്പോഴേക്കും സവാള നന്നായി പരുവായി കിട്ടും. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ വെള്ളം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം തുറന്നിട്ട് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തൊഴിക്കുന്നുണ്ടെങ്കിൽ കടുക് വേണമെങ്കിലും വറുത്തൊഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. തോരനൊന്നും വെക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് സവാള കൊണ്ട് ഈ ഒരു തോരൻ വെച്ച് നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. വേറെ പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു തോരൻ ഇങ്ങനെയത് തയ്യാറാക്കി നോക്കിക്കോളൂ. അടുത്തത് കോവയ്ക്കയും മുട്ടയും ചേർത്തിട്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു 10 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുത്ത് വയ്ക്കാം. നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ 4ആയിട്ട് കീറി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക അത്രയും അരിഞ്ഞെടുക്കാം. തോരൻ വയ്ക്കാൻ വേണ്ടി കോവയ്ക്ക എടുക്കുമ്പോൾ അധികം മൂത്ത് പോകാത്ത കോവയ്ക്ക നോക്കി എടുക്കണം. അപ്പം ഈ ഒരു രീതിയിൽ എല്ലാം ഈ എടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക അത്രയും അരിഞ്ഞെടുക്കാം. ഇതേപോലെ കോവയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തോരൻ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. കോവയ്ക്ക അരിഞ്ഞത് ഇതേപോലെ ചട്ടിയിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ചട്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കോവയ്ക്കയുടെ പുറത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ചട്ടി മൂടി വയ്ക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് മുട്ട തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചെറിയ ഉള്ളി അരിഞ്ഞത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം. സവാളയും പച്ചമുളകും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ചതിന് ശേഷം 2 മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ഉടച്ചൊഴിച്ച് ഇതിലേക്ക് കൊടുക്കാം.
മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയും മുളകും മുട്ടയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് കൊടുത്തിരുന്ന കോവയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരുന്ന കോവയ്ക്ക ഒരു പകുതി വേവോളം ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി എടുത്ത് വെച്ചിരുന്ന മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. അപ്പം ചെറിയ ചെറിയ പീസസായിട്ട് എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ചെറുതാക്കി കുത്തി ഉടച്ച് ഈ മുട്ടയൊന്ന് തയ്യാറാക്കി എടുക്കണം. ഇതേപോലെ നന്നായിട്ട് സ്പാച്ചില ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുത്തി ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അത് മാറ്റി വയ്ക്കാം. അപ്പോൾ കോവയ്ക്ക നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ മുട്ടയും കോവയ്ക്കയും കൂടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആകണം. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കോവയ്ക്കയും മുട്ടയും കൂടെ ഈ ഒരു രീതിയിലൊന്ന് തോരൻ വെച്ച് നോക്കൂ. കോവയ്ക്ക കൊണ്ട് ഈ ഒരു രീതിയിൽ തോരൻ വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കിടിലൻ ടേസ്റ്റാണ്. അടുത്തത് കൂൺ കൊണ്ട് തയ്യാറാക്കിയ തോരനാണ്. കൂണും സവാളയും എല്ലാം കൊണ്ട് തയ്യാറാക്കിയതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി പാക്കറ്റിൽ വാങ്ങിച്ചിരിക്കുന്ന ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ബട്ടൺ മഷ്റൂം പാക്കറ്റിൽ വാങ്ങിച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ട്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള മഷ്റൂമാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. മഷ്റൂമൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം എടുത്ത് ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പിന്നീട് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഒരുപാട് വലിപ്പം കുറയ്ക്കണമെന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതാണ്. ഈ ഒരു രീതിയിൽ ആ മഷ്റൂം അത്രയും ഒന്ന് മുറിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ടേസ്റ്റ് ഉള്ളതാണ്. ഈ ബട്ടൺ മഷ്റൂം കടകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരുന്ന മഷ്റൂം അത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് സാധാരണ വെക്കുന്നത് പോലെ മെഴുക്ക് പുരട്ടിയായിട്ടല്ല വെക്കുന്നത്, തോരനായിട്ടാണ് വെക്കുന്നത്. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ എല്ലാം അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്കിത് വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഞാൻ ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മഷ്റൂമിനൊക്കെ വളരെ കുറച്ച് ഉപ്പ് മതിയാവും. ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് ക്വാണ്ടിറ്റി കുറയുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊരു സവാള വേണം. അപ്പം സവാള ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ സവാള ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി സവാള അരിഞ്ഞത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടി 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരുന്ന മഷ്റൂമിൻ്റെ പുറത്തേക്ക് അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം. ഇനി ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ആവശ്യമില്ല. ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും. കണ്ടില്ലേ,
ഒന്ന് ആവി കയറി വന്നപ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് തന്നെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഷ്റൂം ഒന്ന് വെന്തതിന് ശേഷമാണ് സവാള ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് ആവി കയറ്റിയെടുത്താൽ മതിയാകും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആവി കയറിയതേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി മൂടി വയ്ക്കരുത്. തുറന്നിട്ട് തന്നെ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. മഷ്റൂം വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഈ തോരനായിട്ടൊന്ന് വെച്ച് നോക്കൂ. നന്നായിട്ട് വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുത്തോളൂ, നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ മഷ്റൂമിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് പിന്നീട് മൂടി വയ്ക്കരുത്. ആദ്യം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്തൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതിയാകും. ഇതാ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള കൂണ് തോരൻ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ കൂണൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.